78 സീറ്റുകൾ നേടുമെന്ന CPM, 80 ഉറപ്പിച്ച കോൺഗ്രസ്, പ്രതീക്ഷയോടെ NDA, ആരുടെ കണക്ക് തെറ്റും? വോട്ടെണ്ണാൻ 6 ദിവസം മാത്രം ശേഷിക്കെ വിജയപ്രതീക്ഷയുടെ കൊടുമുടിയിലാണ് LDFും UDFും. രണ്ട് മുന്നണികൾക്കും ഭൂരിപക്ഷം ലഭിക്കാതെ തൂക്കുസഭയുടെ സാധ്യതയിലേക്ക് എത്തുന്ന വിജയം NDAക്ക് ഉണ്ടാകുമെന്നാണ് അവരുടെ പ്രതീക്ഷ. 78 സീറ്റുകളിൽ വിജയം തീർച്ചയെന്ന CPMും എത്ര കുറച്ചാലും 80 ഉറപ്പിച്ച കോൺഗ്രസും ആത്മവിശ്വാസത്തിലാണ്. ഭരണ തുടർച്ച ഇല്ലാതാക്കുന്ന സ്ഥിതിയൊന്നുമില്ലെന്നാണ് വോട്ടെടുപ്പിന്റെ തൊട്ടു പിന്നാലെ നടത്തിയ പ്രാഥമിക വിലയിരുത്തലിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിയത്. ജില്ലകളിൽ നിന്നുള്ള കണക്ക് പരിശോധിച്ച ശേഷം 78 സീറ്റ് പാർട്ടി ഉറപ്പിച്ചു. എല്ലാ ജില്ലകളിലും സീറ്റുകളിൽ കുറവുണ്ടായേക്കും. 2016ലെയും 2021ലെയും സീറ്റുകൾ ഇത്തവണ നേടാൻ കഴിഞ്ഞെന്ന് വരില്ല. നിലവിൽ 98 സീറ്റാണുള്ളത്. മുസ്ലിം വോട്ടുകൾ UDFിന് അനുകൂലമായി മാറിയിട്ടുണ്ട്. എന്നാൽ ഈഴവ വോട്ടുകൾ ഒന്നടങ്കം LDFിന് അനുകൂലമാണ്. ഇങ്ങനെയാണ് മൂന്നാം ഭരണം ഉറപ്പാണെന്ന നിഗമനത്തിൽ CPM എത്തുന്നത്. എല്ലാ ജില്ലകളിലും UDFിന് അനുകൂലമായ തരംഗമുണ്ടെന്നാണ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും കണക്കുകൂട്ടൽ. 80 സീറ്റ് ഉറപ്പാണ്. അതുകൂടാതെ 15 സീറ്റ് നിർണ്ണയിക്കാനാവാത്ത വിധം കടുത്തതാണ്. ന്യൂനപക്ഷം നല്ല രീതിയിൽ UDFിനൊപ്പമായിരുന്നു. കൊല്ലം ജില്ലയിലടക്കം ഈഴവ വോട്ടുകൾ പതിവില്ലാത്ത വിധം UDFിനെ പിന്തുണച്ചിട്ടുണ്ട്. 4 ജില്ലകളിൽ ഇടതുപക്ഷം തൂത്തെറിയപ്പെടും. ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ കണക്കുകൾ. ഭൂരിപക്ഷം ഉറപ്പാകുമെന്ന സംശയമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയതോടെയാണ് മുഖ്യമന്ത്രി പദത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് മാക്കം കൂടിയത്. 4 സീറ്റിൽ ഉറപ്പായും വിജയിക്കാനാകുമെന്നതാണ് NDA കരുതുന്നത്. UDFിന്റെയും LDFിന്റെയും സീറ്റുകൾ 68ൽ മുട്ടി നിന്നാൽ NDA വിധി നിർണായക ശക്തിയാകുമെന്നാണ് അവകാശവാദം. യുവ വോട്ടുകൾ നിർണായകമായ തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത് എന്നതിൽ തർക്കമില്ല. അവരുടെ വോട്ടുകളാകും മുന്നണികളെ തുണയ്ക്കുന്നതും തകർക്കുന്നതും. ഭരണ തുടർച്ച അവകാശപ്പെടുമ്പോഴും ചെറുകക്ഷികളുടെ വിജയ സാധ്യതയിൽ CPMന് ആശങ്ക. കണക്കുകൾ എങ്ങനെയൊക്കെ? 12 മത്സരിച്ച കേരള കോൺഗ്രസും കാഞ്ഞിരപ്പള്ളിയിൽ മാത്രമാണ് ജയം ഉറപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് ഭരണ തുടർച്ച അവകാശപ്പെടുമ്പോഴും ചെറുകക്ഷികളുടെ പ്രകടനത്തിൽ CPMന് ആശങ്ക. 12 മത്സരിച്ച കേരള കോൺഗ്രസും കാഞ്ഞിരപ്പള്ളിയിൽ മാത്രമാണ് ജയം ഉറപ്പിക്കുന്നത്. പാലാടക്കം 5ഇടങ്ങളിൽ വിജയ പ്രതീക്ഷയുണ്ട്. RJDയുടെയും ISJDയുടെയും സ്ഥിതി വ്യത്യസ്തമല്ല. ഓരോ മണ്ഡലങ്ങളിലാണ് ഇരു പാർട്ടികളും പ്രതീക്ഷ വെക്കുന്നത്. NCP ഏലത്തൂരിൽ ജയം ഉറപ്പ് പറയുന്നുണ്ടെങ്കിലും INLന്റെയും നാഷണൽ ലീഗിന്റെയും അക്കൗണ്ടിൽ ഉറപ്പുള്ള സീറ്റില്ലാത്തത് ആശങ്കയുണ്ടാക്കുന്നു. 29 സീറ്റുകളിലാണ് ഇടതുമുന്നണിയിൽ ചെറുകക്ഷികൾ മത്സരിച്ചത്. ബംഗാളിൽ പ്രചാരണത്തിൽ പങ്കെടുക്കാതെ പിണറായി വിജയൻ. എത്തിയത് CP ജോൺ മാത്രം. ബംഗാളിൽ ഇടതുപക്ഷത്തിന് ജീവൻ മരണ പോരാട്ടമാണെങ്കിലും കേരളത്തിൽ നിന്നും മുഖ്യമന്ത്രി പ്രചാരണത്തിന് എത്താത്തത് ചർച്ചയാകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചാരണത്തിന് വരണമെന്ന ആഗ്രഹമുണ്ടെന്ന് പാർട്ടിയുടെ ബംഗാൾ സെക്രട്ടറി മുഹമ്മദ് സലീം പറഞ്ഞിരുന്നു. CPM ജനറൽ സെക്രട്ടറി MA ബേബി ബംഗാളിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചിരുന്നു. SFIയുടെയും DYFIയുടെയും ഏതാനും ദേശീയ നേതാക്കളും എത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ പോലും ജയിക്കാതിരുന്ന CPM ഇത്തവണ 1-2 സീറ്റിൽ ജയിച്ചേക്കുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിൽ നിന്നും ബംഗാളിൽ പ്രചാരണത്തിനെത്തിയ ഒറ്റപ്പെട്ട നേതാക്കളിൽ പ്രമുഖൻ CMP ജനറൽ സെക്രട്ടറി CP ജോണാണ്. നദിയ ജില്ലയിലെ ഹരിൻദഗ മുനിസിപ്പാലിറ്റിയിൽ PDS സ്ഥാനാർത്ഥി സ്വപൻ കുമാർ റോയുടെ പ്രചാരണത്തിൽ CP ജോൺ പ്രസംഗിച്ചു. ബംഗാളിലെ പ്രമുഖ നേതാവ് സമീർ പുതതുണ്ട സ്ഥാപിച്ച പാർട്ടിയാണ് പാർട്ടി ഓഫ് ഡെമോക്രാറ്റിക് സോഷ്യലിസം. CP ജോൺ ജനറൽ സെക്രട്ടറിയായ കമ്മ്യൂണിസ്റ്റ് കോൺഫെഡറേഷനിൽ അംഗമാണ് PDS. ബംഗാളിൽ ഇതിനകം 10ഓളം നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനെത്തിയിട്ടുണ്ട് CP ജോൺ. ബംഗാൾ രാഷ്ട്രീയം എന്നും കൗതുകപ്പെടുത്തുന്നതാണെന്നും കോൺഗ്രസുമായി ഇടതു പാർട്ടികൾ ധാരണയുണ്ടാക്കണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയാതെ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് BJP നടത്തുന്നതെന്ന് പൊതുയോഗത്തിൽ CP ജോൺ പറഞ്ഞു. ആന്ധ്രാപ്രദേശിൽ മോഷണവും തട്ടിക്കൊണ്ടുപോകലും നടത്തിയ സംഭവത്തിൽ വധക്കേസ് പ്രതിയായ CPM പ്രവർത്തകൻ ആന്ധ്ര പോലീസിന്റെ പിടിയിലായി. മുസ്ലിം ലീഗ് പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിലെ 1ാം പ്രതിയാണ് ആന്ധ്ര പോലീസ് ചൊക്ലിയിൽ നിന്നും കേരള പോലീസിന്റെ സഹായത്തോടെ പിടികൂടിയത്. ആന്ധ്ര സത്യസായി ജില്ലയിലെ കനകാപ്പള്ളി കിയ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന മോഷണവും വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി കോടികൾ തട്ടിയെടുത്ത സംഭവത്തിലുമാണ് ആന്ധ്രാപ്രദേശ് പോലീസ് ചൊക്ലിയിലെത്തി പ്രതിയെ പിടികൂടിയത്. സംഭവത്തിന് പിന്നിൽ മലയാളികളാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഫോൺ ലൊക്കേഷൻ തേടി പോലീസ് ചൊക്ലിയിലെത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിനത്തിലാണ് നേതാവ് കൊല്ലപ്പെട്ടത്.